ഹരേ കൃഷ്ണ. എല്ലാവരും പറയുന്നു വൈകുണ്ഠം വൈകുണ്ഠം എന്ന്. ഈ വൈകുണ്ഠം എവിടെയാണെന്ന് എല്ലാവർക്കും വല്ല നിശ്ചയമുണ്ടോ? നമുക്കൊന്ന് നോക്കിയാലോ. കൊട്ടാരത്തിൽ നടന്ന ഭാഗവത സപ്താഹത്തിൽ ഗജേന്ദ്രമോക്ഷം കഥ കേട്ട ഒരു രാജാവിന് ഒരു സംശയമുണ്ടായി. ഗജേന്ദ്രന്റെ നിലവിളി കേട്ട് വൈകുണ്ഠത്തിൽ നിന്ന് ഭഗവാൻ ഇടിമിന്നൽ വേഗത്തിൽ എത്തിയെങ്കിൽ ആനയുണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് വൈകുണ്ഠം എത്ര ദൂരെയാണ്? പണ്ഡിതൻ ഉത്തരം കിട്ടാതെ വിഷമിച്ചപ്പോൾ സദസ്സിലെ ഒരു സാധാരണ പരിചാരകൻ എഴുന്നേറ്റ് നിന്ന് മനോഹരമായ ഒരു മറുപടി പറഞ്ഞു. മഹാരാജൻ, വൈകുണ്ഠം എത്ര ദൂരെയാണെന്ന് ചോദിച്ചാൽ അത് ഇങ്ങനെ പറയാം. ഒരു അഹങ്കാരിക്കാണെങ്കിൽ അഹങ്കാരത്തോടെയുള്ള ഒരാളുടെ ഏറ്റവും ഉച്ചത്തിലുള്ള പ്രാർത്ഥന പോലും കേൾക്കാൻ കഴിയാത്തത്ര ദൂരെയാണ് വൈകുണ്ഠം. എന്നാൽ ദുഃഖിതനോ, വിഷമിക്കുന്ന ഒരു ഹൃദയത്തിന്റെ നേരിയ മിടിപ്പ് പോലും കേൾക്കത്തക്ക വിധം അടുത്താണ് വൈകുണ്ഠം. ചുരുക്കത്തിൽ വൈകുണ്ഠം എന്നാൽ ഈശ്വരൻ. ഭൂമിയിൽ നിന്ന് എത്രയോ അകലെയാണെങ്കിലും ഈശ്വരനും നമ്മളും തമ്മിലുള്ള അകലം നമ്മുടെ മനസ്സിന്റെ നന്മ, വിനയം, സ്നേഹം, ഭക്തി ഇവയെ ആശ്രയിച്ചിരിക്കുന്നു. പ്രധാന ആശയം അകലം ദൂരമല്ല, ഈശ്വരൻ നമുക്ക് സമീപം ഉണ്ടോ ഇല്ലയോ എന്നത് സ്ഥലപരമായ ദൂരമല്ല, മറിച്ച് ആത്മീയവും മാനസികവുമായ അടുപ്പമാണ്. വിനയമാണ് വഴി. ഭക്തിയോടെയും വിനയത്തോടെയുമുള്ള ഒരു വിളിക്ക് ഉടനടി മറുപടി ലഭിക്കുമ്പോൾ അഹങ്കാരത്തോടെയുള്ള ഏത് പ്രാർത്ഥനയും ലക്ഷ്യത്തിലെത്താതെ പോകുന്നു. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.